ഇവിടെ ഒരു പെണ്ണ് തന്റെ മുഖം കഴുകുമ്പോൾ എന്തോ വ്യത്യാസമുള്ളതായി ഫീൽ ചെയ്യുന്നു. നോക്കുമ്പോൾ കുട്ടിക്കാലം മുതലേ അവളുടെ ഫേസിലുണ്ടായിരുന്ന മറുക് കുറച്ചായി മാഞ്ഞു പോകുന്നു. ആക്ച്വലി കുറച്ചു സമയത്തിന് മുൻപ് അവളും അച്ഛനും കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞു കുതിരയെ ഇടിക്കുന്നു. പക്ഷെ അതിന്റെ തലയിലെ കൊമ്പ് കണ്ടതിനു ശേഷമാണ് അതൊരു യൂണിക്കോൺ ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അതിന്റെ കൊമ്പ് ജ്വലിക്കുന്നത് കണ്ടവൾ അതിൽ തൊട്ടതും അവൾക്കെന്തോ വിഷ്വൽസ് കാണാൻ കഴിയുന്നു. പക്ഷെ അതിനുള്ളിൽ അച്ഛനൊരു പ്രശ്നവും ഉണ്ടാവാതിരിക്കുന്നതിനായി അതിനെ കൊല്ലുന്നു. അതിനുശേഷം അതിന്റെ ബോഡിയും വണ്ടിയിലിട്ട് അവർ അവരുടെ ബോസിന്റെ അടുത്തേക്ക് വരുന്നു. ആ യൂണിക്കോണിന്റെ ബ്ലഡ് തെറിച്ചത് കൊണ്ട് സാറയ്ക്ക് മാത്രമല്ല അവളുടെ അച്ഛനും കാഴ്ചക്കുറവില്ലാതാവുന്നു. പക്ഷെ അയാളത് കാര്യമാക്കാതെ ക്യാൻസർ പേഷ്യന്റായ ബോസിന് അയാൾ ചോദിച്ച ഡോക്യുമെന്റ്സ് റെഡിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് പുറത്തെന്തോ ശബ്ദം കേട്ടതും ഇവർ പുറത്തു വന്ന് നോക്കുമ്പോൾ കാറിനകത്തുണ്ടായിരുന്ന യൂണിക്കോൺ കണ്ണാടി തകർത്ത് പുറത്തു വരുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതിനുശേഷം ഇവളും അച്ഛനും ആ യൂണിക്കോൺ കാരണം ഇവർക്കുണ്ടായ മാറ്റങ്ങളെ പറ്റി പറയുന്നു. അത് കേട്ടതും ആ യൂണിക്കോണിന് ഹീലിംഗ് പവർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ബോസ് വേഗം തന്നെ അതിന്റെ കൊമ്പിൽ നിന്ന് മരുന്നുണ്ടാക്കാൻ പറയുന്നു. ഉടനെ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് ഒരു മരുന്നുണ്ടാക്കി അയാൾക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. നോക്കുമ്പോൾ അതിശയകരമായി അടുത്ത ദിവസം തന്നെ അയാൾക്ക് ക്യാൻസർ പൂർണ്ണമായും ഭേദമാവുന്നു. പക്ഷെ തനിക്കൊരു പുതിയ ജീവിതം കിട്ടിയതോർത്ത് സന്തോഷിക്കാതെ അയാൾ ആ മരുന്ന് യൂസ് ചെയ്ത് വീണ്ടും പണമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതേസമയം യൂണിക്കോൺസിനെ പറ്റി സെർച്ച് ചെയ്തുകൊണ്ടിരുന്നവൾ ഷോക്കിംഗ് ആയ ഒരു കാര്യം കണ്ടുപിടിക്കുന്നു. ആക്ച്വലി പുരാതന കാലം മുതൽ തന്നെ ഒത്തിരി പേർ യൂണിക്കോൺസിനെ പിടിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതിനെ കണ്ടുപിടിക്കുന്ന എല്ലാവരും ക്രൂരമായ രീതിയിൽ മരിക്കുന്നു. അതറിഞ്ഞതും ഇവൾ ഷോക്കാവുന്നു.